നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ ഒരു പേര് നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒന്നാണ് അശോക ചക്രവർത്തി. കലിയുഗ യുദ്ധം കഴിഞ്ഞതിന് ശേഷം രക്തസാക്ഷികളുടെ നടുവിൽ നിന്നാണ് അശോക ചക്രവർത്തി മനുഷ്യനായി മാറിയത്. അദ്ദേഹം യുദ്ധം ഉപേക്ഷിച്ചു, പക്ഷേ ആ ശാന്തനായ രാജാവിന് പിന്നിൽ ഒരു വലിയ രഹസ്യം സൂക്ഷിച്ചുവെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അശോക ചക്രവർത്തിയുടെ 9 രഹസ്യങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു കഥയാണ്. കലിയുഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി മനസ്സിലാക്കി, വിജയം വാളിലൂടെയല്ല, ജ്ഞാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു രഹസ്യത്തിന് രൂപം നൽകിയത്. 9 രഹസ്യന്മാരുടെ ഒരു സംഘം. ലക്ഷ്യം 1, മനുഷ്യജാതിയെ നാശത്തിൽ നിന്ന് നയിക്കാവുന്ന ജ്ഞാനം ദുരുപയോഗം ചെയ്യാതെ സൂക്ഷിക്കുക. ഈ 9 രഹസ്യങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത മേഖലയിലേക്ക് നൽകിയിരുന്നു. 1, പ്രചരണവും മനഃശാസ്ത്രവും. 2, മൈക്രോബയോളജി. 3, ഫിസിക്സ്. 4, കമ്മ്യൂണിക്കേഷൻ. 5, ഗ്രാവിറ്റിയുടെ രഹസ്യം. 6, സമൂഹത്തിന്റെ പരിണാമവും അതുപോലെ തന്നെ ഭരണതന്ത്രങ്ങളും. 7, ഭൂതകാല പ്രവചനങ്ങൾ. 8, പ്രകാശവും ഊർജവും നിയന്ത്രിക്കുന്ന ശക്തി. 9, സമൂഹം തമ്മിലുള്ള സമാധാനം നിലനിർത്താനുള്ള രഹസ്യങ്ങൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നാം. പക്ഷേ അശോക ചക്രവർത്തിയുടെ ഉത്തരവനുസരിച്ച് അവരുടെ ഗവേഷണങ്ങൾ ഒരു രഹസ്യമായ ഗ്രന്ഥത്തിലേക്ക് എഴുതിപ്പെടുകയും പിന്നീട് തലമുറകളോളം ഇത് പകർന്നു പോവുകയും ചെയ്തുവെന്നാണ് കഥകളും ചരിത്രവും പറയുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ 9 രഹസ്യന്മാരുടെ സംഘത്തെക്കുറിച്ച് രേഖകൾ പൂർണ്ണമായും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലും ചില ഗവേഷകർ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചില്ലായിരുന്നു. ചിലർ പറയുന്നു ആ ഒരു സംഘത്തിന്റെ പിൻതലമുറകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ടെന്ന്. വ്യക്തികൾ മാറും, പക്ഷെ രഹസ്യത്തിന്റെ ആ ദീപം ഒരിക്കലും അണയില്ലെന്ന്. ശാസ്ത്രത്തിന്റെ രൂപത്തിൽ അവർ ലോകത്തെ സംരക്ഷിക്കുകയാണെന്ന് ചിലർ ഇപ്പോഴും വിശ്വസിച്ചു പോകുന്നുണ്ട്. അശോക ചക്രവർത്തി യുദ്ധം നിർത്തിയെങ്കിലും ജ്ഞാനത്തിന്റെ യുദ്ധം ആരംഭിച്ച ഒരാളാണ്. 9 രഹസ്യങ്ങൾ അല്ലെങ്കിൽ 9 രഹസ്യങ്ങളുടെ ഒരു സംഘം. അവരില്ലാത്ത ഒരു മനുഷ്യർ ഇപ്പോഴും ശാസ്ത്ര വിപ്ലവം കാണുമായിരുന്നോ? അല്ലെങ്കിൽ അവർ ഇന്നും നമ്മളെ കാണാതെ എവിടെങ്കിലും കാത്തു നിൽക്കുകയാണോ? ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അശോക ചക്രവർത്തിയുടെ ആ 9 രഹസ്യങ്ങൾ ഇതിഹാസമാണോ അതോ യാഥാർത്ഥ്യമാണോ?